ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ. CPM-ന്റെ ഭാഗമായി പ്രവർത്തിച്ച് ഞാൻ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നേരത്തെ മുരളിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ SFI-യെ സെക്രട്ടറി എന്ന രീതിയിൽ നയിച്ച്, സംസ്ഥാനത്തെ SFI-യെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന രീതിയിൽ നയിച്ച്, സർവകലാശാലയിലെ ചുമതലകൾ വഹിച്ച്, ഈ ചുമതലകളെല്ലാം എന്നിലെത്തുന്നത് ഏതെങ്കിലും ഒരു ആളിൻ്റെ, സാധാരണയായി CPM-ൽ നിന്ന് കാണുന്നത് പോലെ പെട്ടി തൂക്കുകാരുടെ ഒരു ശിങ്കിടിയായിട്ടല്ല, ഒരു കൂലിപ്പണിക്കാരൻ്റെ, ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. ആ കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന എൻ്റെ അച്ഛൻ്റെ മകനായി ഞാൻ ജനിച്ച് ഒരു വ്യക്തിയുടെയും താല്പര്യത്തിൻ്റെ പേരിലല്ല, എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മെറിട്ടാണ് ചുമതലകളിലേക്ക് ഞാൻ എത്തിയത്. ആ ചുമതലകൾ നിർവഹിക്കുമ്പോൾ സത്യസന്ധമായി നിർവഹിക്കാൻ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഇരിക്കുന്ന പദവിയുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ കഴിയാത്ത ഒരിടമായി CPM-ഉം SFI-യും DYFI എല്ലാം മാറി. കേരളത്തിൽ CPM-നെയും വിദ്യാർത്ഥി സംഘടനയെയും യുവജന സംഘടനയെയും ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അതിനെയെല്ലാം നിരീക്ഷിക്കുന്ന നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം, പൊതുസമൂഹത്തിനറിയാം. കേരളത്തിൽ കഴിഞ്ഞ 2016 ശേഷം 9 കൊല്ലമായി രൂപീകരിക്കപ്പെട്ട ഒരു പവർ സിൻഡിക്കേറ്റ്, ഒരു പവർ ക്ലസ്റ്റർ CPM-നെ, SFI-യെ, DYFI-യെ, ഭരണത്തെയെല്ലാം നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഈ പവർ ക്ലസ്റ്ററിനെതിരായി വിവിധ ഘട്ടങ്ങളിൽ സംഘടനയുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചു, യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചു എന്നതാണ് ഞാൻ ചെയ്ത അപരാധം. ആ അപരാധത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള സാമൂഹികമായും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ BJP-യിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതല്ല. BJP എൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല, മറിച്ച് ഇതെൻ്റെ ഇഷ്ടമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണോ കഴിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത്, അതിനേക്കാൾ കൂടുതൽ ഊർജത്തോടെ, കൂടുതൽ കരുത്തോടെ, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള തത്വശാസ്ത്രത്തിൻ്റെയോ നീതിശാസ്ത്രത്തിൻ്റെയോ ഭാഗമായിട്ടല്ല, മറിച്ച് രാഷ്ട്രബോധമെന്ന രാഷ്ട്രീയ ബോധത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ നമ്മുടെ നാട്ടിൽ CPM എന്ന് പറയുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി സൂചിപ്പിച്ചതുപോലെ ഒരു രാജഭരണമായി, രജപുത്രരെ പോലെ, അല്ലെങ്കിൽ കേരളത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലെ മക്കത്തായവും മരുമക്കത്തായവും വെച്ചു പുലർത്തുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ CPM മാറിയിട്ടുണ്ട്. അവർ നിയന്ത്രിക്കുന്ന പവർ ക്ലസ്റ്ററുകളുടെ ഭാഗമായി മാറിയില്ലെങ്കിൽ അവരെല്ലാം തെരുവുകളിൽ ആക്രമിക്കപ്പെടുകയും മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, അത്തരം അനീതികൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യലുകളുടെ ഭാഗമായിട്ടാണ് ഞാൻ CPM വിട്ടിട്ടില്ല. നിലവിൽ CPM-ന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുകയാണ്. ഈ നിമിഷം മുതൽ എൻ്റെ ഇഷ്ടവും എൻ്റെ കഴിവും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ എല്ലാം, എൻ്റെ ജീവിതവും ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന നാളെയുടെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾ ഇന്ന് നെഞ്ചിലേറ്റുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കാൻ ഇന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇതെൻ്റെ പ്രതിജ്ഞയാണ്. മരണം വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. അത് CPM-ൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ CPM-ൽ അവസരങ്ങൾ നിന്നുപോയത് കൊണ്ടോ അല്ല. ഇന്നും CPM-ന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് രാവിലെ വരെ. പക്ഷേ ഈ രാജ്യത്തിൻ്റെ വികസനം, നരേന്ദ്രമോദിജിയിലൂടെ നടക്കുന്ന വികസനം കേരളത്തിലെത്തണമെങ്കിൽ, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലുള്ള സർക്കാർ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ മുറ്റത്ത് നിന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ അഭിവാദ്യം ചെയ്യുന്ന ഒരു ദിനം, ആ ദിനത്തിലേക്ക് അടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തുള്ള വികസനം, ഈ രാജ്യത്തുള്ള മുന്നേറ്റം, ഈ രാജ്യത്തുള്ള മാനവികതയുടെയും സ്വാഭിമാനത്തിൻ്റെയും രാഷ്ട്രീയം, എല്ലാത്തിനുമുപരി ദേശീയത നമ്മുടെ രാജ്യത്തെ, ഈ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്നുള്ളതാണ്. സങ്കുചിതമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ പൊളിച്ചെഴുതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് പുതിയ ദിശാബോധം പകരുക എന്നുള്ളതാണ് എന്നിൽ
ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് എൻ്റെ കഴിവും പ്രാപ്തിയോടും എല്ലാ ഉത്തരവാദിത്വ ബോധത്തോടും കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭാഗം. അത് ഞാൻ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത്. വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് മാറാത്തത് ഇനി മാറും. അപ്പോൾ 27 വയസ്സുള്ള ഗോകുൽ ഗോപിനാഥ് BJP ചേരുമ്പോൾ ഇത് മാറാത്തത് ഇനി മാറുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു തെളിവാണ്. ഈ വികസിത കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് യൂത്ത്. അപ്പോൾ ഗോകുൽ ഗോപിനാഥ് ഇവിടെ വന്ന് BJP മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം കാണിക്കുമ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ്. BJP ആണ് ഈ വികസിത കേരളം സൃഷ്ടിക്കാനും നരേന്ദ്രമോദിജീൻ്റെ കാഴ്ചപ്പാട് ഒരു വികസിത ഭാരതം അതിൻ്റെ ഒപ്പം ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഈ പാർട്ടിക്കാണ് താല്പര്യവും കഴിവും. അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ യൂത്താണ് ഇവരുടെ ഈ വികസിത കേരളം കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡർ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ എൻ്റെ ആശംസകൾ, എല്ലാ ബെസ്റ്റ് വിഷസും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഒന്നോ രണ്ട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഗോകുൽ പറഞ്ഞ പോലെ ഇന്ന് CPM-ലും കോൺഗ്രസിലും ഒരു വ്യത്യാസമില്ല. പണ്ട് കാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഒരു രാജവംശത്തിൻ്റെ ഒരു പാർട്ടി. ഇന്ന് കോൺഗ്രസും LDF-ഉം CPM-ഉം ഈ രണ്ട് പാർട്ടിയിലും രാജവംശം, അഴിമതി, വികസനമില്ലാത്തൊരു ദുർഭരണം ആണ് എവിടെ നോക്കിയാലും. അത് 10 കൊല്ലം UPA സർക്കാരായിരുന്നോ 2004 മുതൽ 2014, അല്ലെങ്കിൽ 2016 മുതൽ 2025 ഇവിടെ, അല്ലെങ്കിൽ കർണാടക, ബാംഗ്ലൂർ ഇന്നലത്തെ ഫ്ലഡ് നോക്കിയാലോ, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാരോ, കർണാടകയിൽ കോൺഗ്രസ് സർക്കാരോ, തെലങ്കാനയിൽ ഈ രാജവംശം എന്ന് വരുമ്പോൾ ആ ഒരു പാർട്ടിയിൽ രാജവംശം എന്നൊരു ഫിനോമിനൻ വരുമ്പോൾ അതിൻ്റെ ഒപ്പം വരുന്നത് അഴിമതിയും ദുർഭരണം. അത് നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ട്. 2004 മുതൽ 2014 കോൺഗ്രസിൻ്റെ സർക്കാരിനും കണ്ടിട്ടുണ്ട്. ഇന്നും കോൺഗ്രസ് സർക്കാർ കാണുന്നുണ്ട്, CPM-ൻ്റെ സർക്കാർ ഈ കഴിഞ്ഞ 9 കൊല്ലം. അപ്പോൾ ഭരണം, വികസനം, പുരോഗതി, യുവാക്കൾക്ക് വേണ്ട തൊഴിൽ, നിക്ഷേപം, ഇതെല്ലാമാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ BJP ഇന്ത്യയിലെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇന്ന് ഗോകുലിനെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച്, ഈ വികസന സന്ദേശം മുമ്പിൽ വെച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം, നന്ദി. ചോദ്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ചോദ്യങ്ങളുണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. Subscribe to One India and never miss an update.